അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രീതിയുടെ സോഡിയാക് മിക്സിയുടെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു മിക്സി വാങ്ങിക്കുക എന്നുള്ളത്. നല്ല മിക്സിയാണ്, നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിക്സിയാണിത്. സാധാരണ മിക്സിയിൽ നിന്നും 2 ജാറാണ് ഇതിൽ വ്യത്യാസമായിട്ടുള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നമുക്ക് കാണാം. ജാർ എന്ന് പറയുന്നത് വരുന്നത് ബ്ലേഡ് കട്ടിങ്, ചോപ്പിങ്, സ്ലൈസിങ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് ഇവിടെ ഇങ്ങനെ കട്ട് ഉണ്ടാവും, ഹാൻഡിന്റെ അടിയിൽ ഒരു ലോക്ക് ഉണ്ടാവും. ഏകദേശം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് റൈറ്റ് സൈഡിലോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് ആദ്യം ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലേഡ്, അതായത് ഏറ്റവും ചെറിയ വിധത്തിൽ കട്ട് ചെയ്ത് കിട്ടുന്ന ബ്ലേഡാണ്. ഉള്ളി, വെജിറ്റബിൾ ഐറ്റംസ് എല്ലാം ചെറുതായിട്ട്, അതുപോലെ തന്നെ ബോൺലെസ് ആയിട്ട് ചിക്കനെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 പൊന്തിയിട്ടുള്ള ഭാഗം ഉണ്ടാവും, ഉള്ളിലിങ്ങനെ കട്ടിങ് ആയിരിക്കും. ഈ 2 പൊന്തിയിട്ടുള്ള ഭാഗം മേലെ വരുന്ന വിധത്തിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ആദ്യം ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ലെവലിലാണ് ബ്ലേഡ് ഉണ്ടാവും. ഈ പോർഷനിൽ ഇതിൻ്റെ ഒരു ലീഫ് താണിട്ടു, ഒരു ലീഫ് ഇങ്ങനെ പൊന്തിയിട്ടു. കറക്റ്റ് അവിടെ ഇറക്കി വെച്ചിട്ട് നോക്കണം. കറക്റ്റ് ലോക്കായില്ലെങ്കിൽ പെട്ടെന്ന് മേലോട്ടേക്ക് തെറിച്ചു പോകും. അതിനുശേഷം നമുക്ക് ഇതിൽ ചെയ്യുന്നിടത്ത് ഡയറക്റ്റ് ഇടാം. മുടി ഇടുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇടാം. ഉള്ളിയാണെങ്കിൽ ഉള്ളി 2-3 ഉള്ളി പകുതി കട്ട് ചെയ്തിട്ട് ഇടുക. വെജിറ്റബിൾ ഐറ്റംസ് ഇപ്പോൾ പിന്നെ ബീൻസ് അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ഇതിൽ ഡയറക്റ്റ് ഇടാം. അത് പകുതി കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. ഉള്ളിയാണെങ്കിൽ പകുതി കട്ട് ചെയ്തിട്ട് ഇടുക. അതിനുശേഷം മുടി ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനോട് അടുപ്പിച്ച് വെക്കുക. ഇങ്ങോട്ടേക്കൊന്നും വെക്കാൻ പാടില്ല. ഒരു ബ്ലാക്ക് പോർഷൻ ഹാൻഡിനോട് അടുപ്പിച്ച് വെച്ചിട്ട് ആണ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിലാദ്യം പ്രോഡക്റ്റ് ഇട്ടുണ്ടാവും. പിന്നെ ബാക്കോട്ടേക്കുള്ള പൾസ് സ്പീഡ് മാത്രം 3-4 പ്രാവശ്യം അടിച്ചാൽ മതി. എന്ത് ചെയ്യാം, ഈ സ്റ്റാർ പോലെ കാണുന്ന ഭാഗമില്ലേ, അത് ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കും. അപ്പൊ ഈ പ്ലേറ്റ് ഇങ്ങനെ മേലെ ഉണ്ടാവും, താഴോട്ട് പോകില്ല. നേരത്തെ മറ്റേ പ്ലേറ്റ് ഫുള്ള് താഴോട്ട് പോയിട്ടുണ്ടല്ല, ഇതിങ്ങനെ മേലെ പ്ലേറ്റ് ഉണ്ടാക്കുക. അതിനുശേഷം ഇത് മൂടി ഇട്ടതിന് ശേഷം ഈ ഒരു ഹോൾസിലോട്ട് വേണം പ്രോഡക്റ്റ് ഇടുന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളിയാണെങ്കിൽ ഉള്ളി മൊത്തത്തിൽ ഇട്ടിട്ട് പുഷർ ജസ്റ്റ് വെച്ച് കൊടുക്കുക. ബാക്കോട്ടേക്ക് പൾസ് കൊടുക്കുക. അതിന് കണക്കായിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തീർന്നതിന് ഇടുക. ഉരുളക്കിഴങ്ങ് എന്തായാലും ശരി, ഈ ഒരു ഹോൾസിലോട്ട് പോകുന്ന വണ്ണത്തിലുള്ള സംഭവമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് പകുതി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റുള്ള ഐറ്റംസ് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് ചെയ്യണം. ഇത് കുറച്ച് മൂസുള്ള ടൈപ്പാണ്. കൈ നമ്മൾ ഒറ്റ ഇറക്കും പാടില്ല. കഴിക്കുമ്പോൾ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഈ സ്റ്റീൽ മാത്രം ഇങ്ങനെ മേലോട്ടേക്ക് കൊണ്ടു കൊടുക്കുക. അത് കഴിഞ്ഞ് വരും. അപ്പോൾ അതാണ് അതിൻ്റെ പേര്. പിന്നെ വരുന്ന ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ് ഇങ്ങനെ വറവിന് വേണ്ടിയുള്ള സംഭവം കട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ അതേ സെറ്റിങ് തന്നെ മേലോട്ട് വെക്കുക, ഇറക്കി കൊടുക്കുക. ഈ 2 ബ്ലേഡ് ഈ പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുക്കുക, മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതാണ്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റിലാണെങ്കിൽ, വലിയ ക്യാരറ്റിലാണെങ്കിൽ അങ്ങനെ വലുതന്നെ ഇട്ട് കൊടുക്കുക. മഴയും പണുള്ളെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ പുഷർ മേലെ വെച്ചാൽ മതി. നമ്മൾ 2 പ്രാവശ്യം പൾസ് അടിക്കുമ്പോഴത്തേക്ക് താണു വരും. മൊത്തം കട്ട് ചെയ്തിട്ട് നീളത്തിലുള്ള ഷേപ്പിലായിട്ട് കിട്ടും. ക്യാബേജ് ആയാലും ശരി, പിന്നെ ബീട്രൂട്ട് ആയാലും ശരി, പറയുന്ന വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ്. അത് 2-3 പ്രാവശ്യം പൾസ് നെറ്റോട്ടേക്ക് അടിച്ചു കൊടുക്കണം. എന്നാലേ അത് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടും. 1-2-3 കൊടുക്കണ്ട. പിന്നെ വരുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ ബ്ലേഡാണ്. ഇത് പൊട്ടിപ്പോകുന്നില്ല, ആട്ട വഴുകുന്ന ടൈപ്പ് ബ്ലേഡാണ്. മറ്റേ ബ്ലേഡിന്റെ അതേ ഷേപ്പാണ്, എസ് ഷേപ്പാണ്. പക്ഷെ ഇത് ഇതിന്റെ ആട്ടേന്റെ, മറ്റേത് കട്ടിങ്ങിന്റെ. ഇതും അതേപോലെ തന്നെ മേലെ ഇങ്ങനെ പരന്നിട്ടുള്ള ഭാഗം ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ കട്ടിങ് ആണ്. പരന്നിട്ടുള്ള ഭാഗം മേലെ വരുന്നതിൽ അവിടെ ഇറക്കി വെച്ച് കൊടുക്കാം. കറക്റ്റായി സിറ്റിംഗ് ആണോ, ഒന്ന് താഴെ ഒന്ന് മേലെ ലീഫ് വരണം. അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ആട്ടേന്റെ അളവ് എടുക്കുക ഈ ഒരു കപ്പിലാണ്. വേറെ കോപ്പയും പാത്രം ഒന്നും എടുത്തിട്ട് ചെയ്യാൻ പാടില്ല. 2 കപ്പാണ് മാക്സിമം. 2 കപ്പാണ് മാക്സിമം അളവ് എടുക്കുക. 2 കപ്പിന് 1 കപ്പ് വെള്ളം. 1 കപ്പാണെങ്കിൽ നേരെ പകുതി കപ്പ് വെള്ളം. 2 കപ്പ് ഒരു ടൈം എടുക്കും. നമ്മളിപ്പോൾ 2 കപ്പാണെങ്കിൽ 2 കപ്പ് ബ്ലേഡിന്റെ മേലെ ഇങ്ങനെ ചുറ്റിട്ട് കൊടുക്കുക. 1 കപ്പാങ്കിൽ 1 കപ്പ് ബ്ലേഡിന്റെ മേലെ ചുറ്റിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം 1 കപ്പാങ്കിൽ പകുതി, 2 കപ്പാങ്കിൽ 1 കപ്പ്, അതായത് 2:1 എന്നുള്ള റേഷ്യോ വരും. 1 കപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ചൂടുവെള്ളം, തണുത്തുവെള്ളം എന്ന് വെച്ചാൽ പകുതി എടുക്കുക. എന്നിട്ട് ആടെ വെക്കുക. നമ്മൾ വെള്ളം പോയിക്കുന്നില്ല. ഇതിൽ 1 സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പറ്റി പിടിക്കാണ്ട് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യും, പൊടിയൊന്ന് മിക്സ് ആക്കി കിട്ടേണ്ടിയിട്ട് 3 പ്രാവശ്യം ബാക്കോട്ടേക്ക് അടിക്കും. ആ പൊടി ഉപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കിട്ടേണ്ടിയിട്ടാണ്. വെള്ളം നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുന്നില്ല, വെള്ളം ഡ്രോപ്പ് ആയിട്ടാണ് ഒഴിക്കേണ്ടിയിരിക്കുന്നത്. ആട്ട ആയതുകൊണ്ട് ഇത്രയും ചെയ്താൽ വെറും പൾസ് ചെയ്താൽ പോരാ. പൾസ് മാത്രം ആദ്യം കൊടുത്തിട്ട് 1, 2, 3 3 സ്പീഡ് ഉപയോഗിക്കണം. അതൊരു 50 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മൾ 3 സ്പീഡ് ഉപയോഗിക്കുക. ഫസ്റ്റ് സ്പീഡ് ഒരു 10-15 സെക്കൻഡ് ഇടുക, സെക്കൻഡ് സ്പീഡ് ഇടുക, തേർഡ് സ്പീഡ്. അങ്ങനെ 3 സ്പീഡ് ഉപയോഗിക്കുമ്പോൾ ഈ കയ്യിൽ കൊണ്ട് ഡ്രോപ്പ് ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു തേർഡ് സ്പീഡ് എത്തുമ്പോഴത്തേക്കും ഇരുന്ന് ബോൾ പോലെ ഇങ്ങനെ കുഴയാൻ തുടങ്ങും, ആട്ടേന്റെ പൊടിയെല്ലാം കൂടി. അപ്പോൾ വെള്ളം സ്റ്റോപ്പ് ആക്കുക. ചിലപ്പോൾ ഇത്രയും വെള്ളം വേണ്ടി വരില്ല, ഇത്രയും ചിലപ്പോൾ ബാക്കിയായിരിക്കും. അതുകൊണ്ടാ പറയുന്നത് ആദ്യം മൊത്തത്തിൽ ഒഴിക്കാൻ പാടില്ല. അത് നമ്മൾ പൊടിക്കുന്ന മില്ലിന്ന് പൊടിക്കുന്നതും പാക്കറ്റ് ആട്ടേൻ്റെല്ലാം തിക്നെസ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് വെള്ളം ആദ്യം ഒഴിക്കേണ്ടതെന്ന് പറയുന്നത്. ഡ്രോപ്പായിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് എന്താ വെച്ചാൽ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക. ലാസ്റ്റ് അത് മൊത്തം ഇങ്ങനെ അടിയുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് സ്പീഡ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. അപ്പോഴത്തേക്ക് തന്നെ 1 മിനിറ്റ് വേണ്ട, ഏകദേശം ബോൾ പോലെ കുഴഞ്ഞിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ വെള്ളം സ്റ്റോപ്പ് ആയിക്കോളും.
പിന്നെ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ സംഭവമാണ്. അതായത് നാരങ്ങയും പിന്നെ മുസമ്പി മാത്രം ചെയ്യാൻ പറ്റുന്ന ഫ്രഷ് ജ്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ മൂടിയൊന്നും ഇടുന്നില്ല, ഷാഫ്റ്റ് വെക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിനോട് തന്നെ വെക്കുക, ഇത് അടുപ്പിച്ച് വെക്കുക, എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പൊ അതിനുശേഷം ഈ ഒരു സ്ക്രാപ്പർ പോലൊരു സംഭവം ഉണ്ടാവും. ഈ സ്ക്രാപ്പർ എന്ത് ചെയ്യുക, ഈ നെട്ടിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന്റെ മേലെ കറക്റ്റായിട്ട് ഇരിക്കണം, അത് ലോക്കായി കൈ തെറിച്ചു പോകുന്നില്ല. അതവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ മുസമ്പി ചെറുനാരങ്ങ നാരങ്ങ പകുതി കട്ട് ചെയ്യുക, തോല് പൊടിക്കാണ്ട് ഇതിന്റെ മേലെ പ്രസ് ചെയ്ത് പിടിക്കുക. നമ്മൾ തേങ്ങയിലായിരുന്നാലും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പൾസ് സ്പീഡ് കൊടുക്കുക, ഫസ്റ്റും കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൈനെ കൊണ്ട് ഇങ്ങനെ എല്ലാവരും തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നീരും കാര്യങ്ങളും മൊത്തം അടിച്ചിട്ട് വരും. വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഇവിടെ ഉണ്ടാവും. നമ്മൾ ഒരു വെള്ളം മനസ്സാരം നേടിയുന്നില്ല, ഫ്രഷ് ജ്യൂസ് മാത്രം. അതിൻ്റെ പുറമേ വേണം വെള്ളം മനസ്സാരം നേടിയിരിക്കുന്നത്. ഈ ഒരു ബ്ലേഡിന് മാത്രം, ഈ ഒരു സംഭവത്തിന് മാത്രം നമ്മൾ മൂടി ഇടുന്നില്ല, ബാക്കി എല്ലാത്തിനും മൂടി വെച്ചിട്ട് ചെയ്യും. അതിന് ആ ഒരു ക്യാപ്പ് പോലത്തെ സംഭവം അവിടെ മൂടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവം നീര് വരുന്നു. ഇതൊന്നും സംശയം ഉണ്ടോ? കാരണം ഇത് പീലുള്ള ഫ്രഷ് ജ്യൂസിൻ്റെ ബ്ലേഡാണ്. ഇങ്ങനെ എല്ലാം കഴിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഇതിപ്പോ ഒരു ബ്ലേഡാണ്, അതേപോലെ തന്നെ വേറൊരു ബ്ലേഡാണ് ഇത്. രണ്ട് ബ്ലേഡാണ്. ഇതിപ്പോ നോർമൽ ജ്യൂസറിന്റെ ബ്ലേഡ്, നമ്മൾ ഷേക്കും പാലിന്റെ കട്ടയിലോട്ട് ചെയ്യുന്ന ടൈപ്പ് ബ്ലേഡായിരുന്നു. ഇതെല്ലാം മിക്സിയിൽ ഉണ്ടാകുന്ന സാധാരണ ജ്യൂസർ ജാറിന്റെ ബ്ലേഡ്. ഇത് ഫ്രഷ് ജ്യൂസാണ്, മുന്തിരി, നാറ്, ഗ്രേപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്, സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഈ ഒരു ബേസിലാണ് സെറ്റ് ചെയ്യും. ഈ ഒരു ബ്ലേഡ് ഇങ്ങനെ ജസ്റ്റ് ആദ്യം ഇങ്ങനെ ഇറക്കി വെക്കുക. ആദ്യം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൈപ്പിന് നേരെ റൈറ്റ് സൈഡിൽ ഒരു ഏറോ മാർക്ക് ഉണ്ടാവും. ഈ ഏറോ മാർക്ക്, ആ ഏറോ മാർക്കും ഇവിടെ ലോക്കിന്റെ ചിത്രം ഉണ്ടാവും. ഇതുണ്ടാവും, സ്റ്റിക്കർ അല്ലാണ്ട് ഇപ്പുറം ചിത്രം, ഇപ്പുറം ലോക്കിന്റെ ഇവിടെ ഒരു ഇതെല്ലാം വരുന്നുണ്ട്, പക്ഷെ ചിത്രം ഇവിടെ ഉള്ളൂ. അപ്പൊ അതും ഏകദേശം ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക, എല്ലാവരും ഇറങ്ങി നോക്കുക. ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ റൈറ്റ് സൈഡിലൂടെ തിരിച്ചു കൊടുക്കുക. സെയിം ഏറോ മാർക്കും ലോക്കും ഒരേ പൊസിഷനിൽ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ, ഈ ഹാൻഡിലിന്റെ നേരെ അടിയിലൊരു സ്പ്രിങ് ഉണ്ട്, പ്രസ് ചെയ്യുക, ഒറ്റത്തി മൊത്തം അവിടെ ലോക്കായി. മൊത്തം ലോക്കാണെങ്കിൽ പ്രസ് ചെയ്യുക, തിരിക്കുക, കൈക്കണ്ടിക്ക് പ്രസ് ചെയ്യുക, അടുത്തോട്ട് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക. അപ്പൊ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഇരിക്കും. ഇത് നോർമൽ ജ്യൂസിന്റെ ആയതുകൊണ്ട് സാധാരണ ഒരു ടൈപ്പ് മൂടി ഉണ്ടാവും. രണ്ടിന് രണ്ട് ടൈപ്പ് മൂടിയാണ്. ഇതിന് നോർമൽ ജ്യൂസിന്റെ സാധാരണ മൂടി, ഈ വേറെ പ്രത്യേകത ഒന്നുമില്ല. സാധാരണ നമ്മൾ മിക്സിയിലാണ് ജ്യൂസർ ജാർ. ഇതും ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ബാക്കോട്ട് 3 പ്രാവശ്യം അടിച്ചിട്ട് 2-3 കൊടുത്താൽ അത് നമുക്ക് പെട്ടെന്ന് സംഭവം ആയിട്ട് കിട്ടും. അപ്പൊ ഇത് രണ്ട് സംഭവം ഉണ്ട്. ഇതൊന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഫ്രഷ് ജ്യൂസിന്റെ ആകുമ്പോൾ വെക്കുന്ന പൈപ്പും ഉണ്ട്. ഡയറക്റ്റ് താഴത്തേക്ക് പാത്രം വെച്ചിട്ട് കിട്ടുന്നത്. ഇത് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്ത് ആടെ ഇട്ട് കൊടുക്കുക. കാരണം ഹാർഡായിട്ടുള്ള സാധനമാണ്, പൈപ്പിലോട്ട് ചിലപ്പോൾ വരണമെന്നില്ല. ഈ ഷേക്കും പാലിന്റെ കട്ടയിലും ചെയ്യുന്നിടത്ത് അതിലോട്ട് വരണമെന്നില്ല. പ്രസ് ചെയ്യാം, അടുത്തോട്ട് തിരിച്ചിട്ട് അത് റിലീസാക്കി വിടുക, എന്നിട്ട് ഒന്ന് തിരിക്കേണ്ടി വരും. എന്നാലും ഇത് കഴിഞ്ഞ് കിട്ടും. നേരെ മറിച്ച് നമ്മൾ ഇത് വരുന്നിടത്ത് അതേ സെറ്റിങ്ങിൽ തന്നെ വെക്കുക. ഫ്രഷ് ജ്യൂസ് നോക്കുക, ഏകദേശം അടുപ്പിച്ച് വെച്ചിട്ട് ഇത് നോക്കണം, ഇതിനോട് അടുപ്പിച്ച് നോക്കണം, എന്നിട്ട് വലത്തോട്ട് അയച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഫിൽറ്റർ വരും, നമുക്ക് അരിച്ചിട്ട് കിട്ടുന്നതാണ്. ഫ്രഷ് ജ്യൂസ് ആകുമ്പോൾ അരിച്ചിട്ട് കിട്ടുന്നതാണ്. ഫിൽറ്റർ എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പൊ ഇതിന്റെ മൂടി മാറ്റാം. മറ്റേത് നമ്മൾ സാധാരണ ഒരു മൂടിയേ ഉള്ളൂ. ഇതിലിങ്ങനെ കോയിൽ വരുന്ന ടൈപ്പ്, ഫിൽറ്റർ വരുന്ന ടൈപ്പ് മൂടിയുണ്ട്. ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇത്ര ആയി കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇത് ലോക്കാക്കി നമ്മൾ മിക്സിന്റെ മേലെ എങ്ങനെയുള്ളതെങ്കിൽ ഈ ഒരു ഹോൾസിലൂട്ടിയാണ് പ്രൊഡക്റ്റ് ഇടുക. ഇവിടെ മുന്തിരി, അനാറ്, ഗ്രേപ്പാന്ന് വെച്ചാൽ ഈ ഹോൾസിലൂട്ട് വേണം ഇടുക. വെള്ളം മനസ്സിലൊന്നും ആഡ് ചെയ്യില്ല, പുറമെ വേണം ആഡ് ചെയ്യണമെങ്കിൽ. പൈപ്പ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാത്രം ഇതും വെച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്കായിട്ട് കിട്ടും. അത് ലെവലിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ച് വെച്ച് കൊടുക്കാം. ചിലപ്പോൾ അത് പാത്രം ഗ്ലാസ് ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിലിട്ട് നമ്മൾ ഈ പുഷർ വെച്ചിട്ട് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് സ്പീഡോ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക വേണ്ടു. ഇവിടെ വെക്കുമ്പോഴത്തേക്കിനെ താഴോട്ട് പോയിക്കോളും. നമുക്ക് മാക്സിമം ഫുൾ ഇടായി മുന്തിരി, സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളൂ. നാരങ്ങ, കൊട്ടയ്ക്ക, അങ്ങനത്തെ വത്തക്ക, അങ്ങനത്തെ സംഭവം ഇടാം. ബാക്കോട്ട് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം അടിച്ചിട്ട് പാത്രത്തിലേക്കാണ് പാത്രത്തിൽ കിട്ടും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്താലും മതി, ബ്ലോക്ക് ചെയ്ത് വെച്ചാലും മതി. അപ്പൊ എങ്ങനെയാലും നമ്മളിതിന്റെ വേസ്റ്റ് ലൈറ്റ് കൊടുക്കുന്നുണ്ടാവും. ജ്യൂസ് മൊത്തം ഗ്ലാസിന്റെ ലെവലിൽ പുറത്ത് വന്നു, വേസ്റ്റ് ലോകങ്ങളിലൂടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല പുറമെ. അതാണ് ഇതിന്റെ ഒരു ഗുണം വരുന്നത്. അരിക്കണ്ട, കീഴിൽ തന്നെ മൊത്തം ജ്യൂസായിട്ട് അടിച്ചിട്ട് കിട്ടും. ഇത്രയും സംഭവം വരുന്നു. ഇത് ഫ്രഷ് ജ്യൂസിന്റെ ഇവിടെ